ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോകളിലൊക്കെ ഞങ്ങൾ ലൂർദ് സന്ദർശിക്കാൻ പോയതും അവിടുത്തെ കുറേ കാഴ്ചകളും ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഒക്കെ ഈ വീഡിയോകൾക്കൂടെ നിങ്ങൾക്കും കാണാവുന്നതാണ്. ഞങ്ങൾ UK വന്നിട്ട് 24 വർഷത്തോളമായി. ഇവിടെ നിന്ന് ശരിക്കും 2 മണിക്കൂറിൽ താഴെ ഉള്ളൂ ലൂർദിലോട്ട് പോകാൻ. എങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ ആഗ്രഹിച്ചെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ള സന്ദർഭം ഉണ്ടായത്. UK നിന്ന് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ലൂർദിലേക്ക് പോയത്. അപ്പം ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബോർഡിങ്ങിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലൂർദ് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ നിന്നും ഡ്രൈവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മളെ ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ പള്ളിയിൽ പോയി. ദൂരെ നിന്നുള്ള പള്ളിയുടെ വ്യൂ ആണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. അവിടെ എല്ലാ ദിവസവും വൈകിട്ട് മെഴുകുതിരിയൊക്കെ പിടിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രദക്ഷിണമുണ്ട്. അതിൽ എന്തോരം ആളുകളാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാവുന്നതാണ്. ഞങ്ങൾ 5 പേരും ഒരു ഗ്രോട്ടോയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇതാണ് ലൂർദിലെ മെയിനായിട്ടുള്ള ഗ്രോട്ടോ. അതായത് 1958 14 വയസ്സുള്ള ബെർണാഡറ്റെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതായത് 18 പ്രാവശ്യം ആണ്. ഫെബ്രുവരി 11 തൊട്ട് ജൂലൈ 16 വരെയുള്ള ആ ഒരു സമയത്ത് 1958 ഈ ഒരു ഫ്രഞ്ച് പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് അവളിൽ കൂടി ഒരുപാട് ഫ്രാൻസിലുള്ള ജനങ്ങൾക്ക് അന്നത്തെ കാലത്തെ കമ്മ്യൂണിക്കബിൾ ഡിസീസൊക്കെ വന്നിട്ട് അത് പകർച്ചവ്യാധികളൊക്കെ വന്ന് ഒരുപാട് പേർക്ക് ഈ പെൺകുട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ രോഗമൊക്കെ ഭേദമാവുകയും അങ്ങനെ നമ്മൾ കണ്ട് വിശ്വസിക്കുന്ന വിധത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഒരു ഫ്രഞ്ച് പെൺകുട്ടിയിൽ കൂടി നടന്നു. അത് അവളും ആ വിശുദ്ധ മരിച്ചു കഴിഞ്ഞിട്ട് അവളെ വിശുദ്ധയായിട്ട് പോപ്പ് പയസ് 11 വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. നമുക്ക് നേരിട്ട് അവിടെ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാവുന്നതാണ്. നമുക്കൊരു പ്രത്യേക അനുഭവമാണ് അവിടെ നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ എന്തോരം ആൾക്കാരാണ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ പള്ളിയിലേക്ക് വരുന്നതും പ്രാർത്ഥിക്കുന്നതും. എല്ലാവർക്കും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് എല്ലാവരുടെയും ആ മുഖത്തൊരു പ്രത്യേക ചൈതന്യമാണ് ഈ പള്ളി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാകുന്നത്. എനിക്കും നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിന്നുണ്ടായത്. അപ്പം നമ്മളെ പ്രദർശനത്തിന് പോകുന്നതും മെയിൻ ഗ്രോട്ടോയും അതുപോലെ തന്നെ 4-5 ചാപ്പലുകളുണ്ട് ഒരേ സമയം കുർബാന നടക്കുന്നത്. ഇതൊക്കെയും നിങ്ങൾക്ക് ഞാനിടുന്ന ഈ വീഡിയോകളിൽ കൂടി ദർശിക്കാവുന്നതാണ്. മെയിൻ ചർച്ചിൻ്റെ മുകളിലായിട്ട് വേറെ ചാപ്പലുകളുണ്ട്. അവിടെ ഒരേ സമയം കുർബാനകൾ നടക്കുന്നുണ്ട്. പള്ളിക്കകത്തെല്ലാം ഇരുന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിശ്വാസമാണ്. എന്തോരം പേരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്നും അത് വീൽ ചെയറിലൊക്കെയാണ് ഒരുപാട് തളർന്ന് കിടക്കുന്നവരെയും അതുപോലെ ഒരുപാട് അസുഖങ്ങളുള്ളവരെയൊക്കെയും അവർക്ക് നടക്കാൻ വയ്യാത്തവരെ അവരുടെ ഫാമിലി വീൽ ചെയറിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരത് അവരുടെ അസുഖങ്ങൾ ഭേദമായി തിരിച്ചു പോകുന്നുണ്ട്. അപ്പം നമ്മൾ ആ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ് ആദ്യത്തെ ദിവസം.
നമ്മൾ ഈ ലൂർദ് പള്ളി വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു മിനിമം ഒരു 3 days എങ്കിലും വേണം. എങ്കിലേ അവിടെ എല്ലാം ഒന്ന് കണ്ട് നമുക്ക് സമയമെടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒക്കെ തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ 4 ദിവസത്തോളം ഉണ്ടായിരുന്നു. ആ ഓരോ ദിവസങ്ങളും നമുക്ക് വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടായത്. ഒരുപാട് നമുക്ക് സന്തോഷമാണ് ആ പള്ളിയും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ബെർണഡിറ്റ എന്ന ആ വിശുദ്ധയുടെ വീടും ഒക്കെ ഇപ്പോഴും അവിടുത്തെ ഗവൺമെൻറ് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ അതിൻ്റെ ഇൻചാർജായിട്ടുള്ള സിസ്റ്റർ എലിസബത്തിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചത് വളരെ ഒരു ഭാഗ്യമാണ് ഞങ്ങളുടെ ലൈഫിൽ. ആ സിസ്റ്ററിൻ്റെ കൂടെയുള്ള ഫോട്ടോയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2ാം ദിവസം ഓപ്പൺ എയറിലും ഒരു കുർബാന നടക്കുന്നുണ്ട്. ആ കുർബാനയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രദക്ഷിണം പോയിട്ട് പിന്നെ അണ്ടർഗ്രൗണ്ടിലൊരു ചാപ്പലുണ്ട്, അവിടെയും പോയി. എന്തോരം ആളുകളാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ പള്ളിയുടെ പരിസരങ്ങളിലായി 120ഓളം ഹോട്ടലുകൾ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ നടത്തുന്ന അക്കോമഡേഷനുകളുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ ലൂർദിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് booking.com കൂടെയൊക്കെ അക്കോമഡേഷനൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു 5 minute ദൂരത്തിലുള്ള ഒരു ഹോട്ടലാണ്. നമ്മൾ booking.com കൂടാണ് ബുക്ക് ചെയ്തത്. അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ബുക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ആദ്യമായിട്ട് പോകുന്നവർക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം നമുക്ക് ഒന്നിനും ഒരു തടസ്സമൊന്നും ഉണ്ടാവില്ല. എല്ലാം കുർബാനയിൽ പോകുന്നതിലും അതിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നമ്മൾ ഒരു ഗേറ്റ് കടന്നകത്തേക്ക് ചെല്ലുമ്പം തന്നെ റൈറ്റ് സൈഡിൽ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഓരോ ദിവസത്തെയും എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം അവർ തരും. അതിൽ നിന്ന് നമുക്ക് ഓരോ ദിവസവും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് മാസിൻ്റെ ടൈമും പ്രദർശനത്തിൻ്റെ ടൈമും എല്ലാം അവിടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് കിട്ടും. ഇനി ഫോട്ടോയിൽ തൊട്ടുകൊണ്ട് നിൽക്കുന്ന ഇതാണ് ബെർണഡിറ്റ എന്ന വിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ. നമുക്ക് അവരുടെ വീടൊക്കെ സന്ദർശിക്കാനുള്ള ഒരവസരമുണ്ടായി. അത് വെളിയിൽ നിന്നുള്ള വ്യൂ, ആ വീടിൻ്റേത് ഞാൻ ഈ ഫോട്ടോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബെർണഡിറ്റ എന്ന വിശുദ്ധ താമസിച്ചിരുന്ന വീടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലെ ഫർണിച്ചറുകളും ആ വീടും ഒക്കെ അത് പരിചരിക്കാൻ വേണ്ടി പ്രത്യേകം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റേഴ്സാണ് അതിൻ്റെയൊക്കെ ഇൻചാർജ്. അത് 1879 ആ വിശുദ്ധ മരിക്കുന്നത്. അത് 1933 പക്ഷെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്തോരം വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും ആ വീടും പള്ളിയും ഒക്കെ എന്തോരം ആളുകളാലാണ് ഓരോ ദിവസവും അവിടെ സന്ദർശനം നടക്കുന്നത്. അതുപോലെ എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ആഗ്രഹിച്ചതാണ് ലൂർദ് പള്ളിയിലൊന്ന് പോകണമെന്നും ഈ വിശുദ്ധ താമസിച്ചിരുന്ന വീടും ഒക്കെ ഒന്ന് നമുക്കും കാണണമെന്ന്. അതിന് ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിന് ദൈവത്തോട് ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് ഈ പള്ളിയും ഈ വീടും ഒക്കെ ഒന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് booking.com കൂടെ അതിൻ്റെ അടുത്ത് തന്നെ, ചർച്ചിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. നമുക്ക് താമസിക്കാൻ വേണ്ടിയും നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെ ഒട്ടും പാടില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിൽ കൂടി നമ്മൾ
വായിച്ചറിഞ്ഞതും അല്ലെ കേട്ടറിഞ്ഞതുമായ ഈ പള്ളിയും ഇതിനെപ്പറ്റിയും നിങ്ങൾക്കും കുറച്ച് വിവരങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ. താങ്ക് യു ഓൾ.